ഒന്നിച്ചു തന്നെ നിന്ന് നമുക്കിതിനെ എതിർക്കുക തന്നെ വേണം. ഇന്ന് നിശ്ചയമായും നിയമസഭയിൽ നടന്ന ചർച്ചകൾ വളരെ പ്രതീക്ഷാനിർഭരമാണ്. എങ്കിൽ കൂടിയും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്കൊക്കെ അത് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വഴുതി പോയിട്ടുണ്ട് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അക്കാര്യത്തിൽ പ്രതിപക്ഷം അല്പം കൂടി പക്വത കാണിക്കണമെന്ന അഭിപ്രായവും എനിക്കുണ്ട്. കാരണം ഈ വിഷയം മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാരിന് മാത്രമായി പ്രതിരോധിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല. അതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വെക്കുന്ന കണക്കുകളുണ്ട്. ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് 9mm പിസ്റ്റൾ കൊടുത്തു, 66ഓളം ബെലോറോ വണ്ടികൾ വാങ്ങിക്കൊടുത്തു, അതേപോലെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തി, നമ്മുടെ തുറമുഖങ്ങളെല്ലാം കനത്ത നിരീക്ഷണത്തിലാണ്. ഈ രീതിയിലൊക്കെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ലോ എൻഫോഴ്സിങ് വളരെ കൃത്യമായി നടക്കുന്നു എന്നൊരു ക്ലെയിം മുഖ്യമന്ത്രി വയ്ക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഡാറ്റകൾ പറയട്ടെ. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നോക്കൂ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാർക്കോട്ടിക് ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണല്ലോ. പഞ്ചാബിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയുണ്ട്. നമുക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നത്, ഡ്രഗ് ട്രാഫിക്കിംഗ് നടക്കുന്നത്, ഡ്രഗ് പെഡലിംഗ് നടക്കുന്നത് ഒക്കെ പഞ്ചാബിലാണ്. ആ പഞ്ചാബിൽ 2023-24 വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം എത്രയാണെന്നറിയാവോ? 9734. 9734 കേസുകൾ മാത്രമാണ് പഞ്ചാബ്, ഇതിൻ്റെ കേന്ദ്രമെന്ന് പറയുന്ന പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ 2023 മുതൽ 24 വരെയുള്ള ഒറ്റ വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസ് എത്രയാണെന്നറിയാവോ? 24,957. ഓൾമോസ്റ്റ് 25,000 കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അതുമാത്രമല്ലല്ലോ, നമ്മുടെ കൺവിക്ഷൻ റേറ്റ് എങ്ങനെയാണെന്നറിയാവോ? 98% ആണ് കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ്, 98.5. അതായത് 100 കേസുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 99 പേരും ശിക്ഷിക്കപ്പെടുന്നു അഥവാ ശിക്ഷ ഉറപ്പാക്കപ്പെടുന്നു. അതേസമയം ദേശീയ ശരാശരി എത്രയാണെന്നറിയാവോ? 78%. അപ്പോൾ ഇവിടെ ഒരു വിജിലൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. ആ കാര്യത്തിനകത്ത് സർക്കാർ ഒരു പരിധിയോളം വിജയമാണ്. എന്ന് മാത്രവുമല്ല, സർക്കാർ മാത്രം നേരിട്ടിറങ്ങി നിയന്ത്രിക്കേണ്ട ഒരു പ്രതിഭാസമേ അല്ല ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന പ്രശ്നം. അത് ലോകത്തെവിടെയും അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കണക്കെന്താ പറയുക? ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ ഒന്ന് മയക്കുമരുന്ന് ഇൻഡസ്ട്രിയാണ്. $32 ബില്യൺ ഇൻഡസ്ട്രി എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് മയക്കുമരുന്ന് ഇൻഡസ്ട്രി. ലോകത്ത് എവിടെയാണ് മയക്കുമരുന്നിന് അനുകൂലമായിട്ടൊരു നിയമമുള്ളത്? ഏതെങ്കിലും ഒരു രാജ്യം അതിനൊരു വ്യവസായമായി കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യം അതിനൊരു കൃഷിയായി കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു രാജ്യവും അതിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അത്ഭുതകരമാണ്, അതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുന്നു. ഒരു രാജ്യത്തെയും നിയമം മയക്കുമരുന്നിനെ അനുകൂലിക്കുന്നില്ല, പക്ഷേ അത് എക്സിസ്റ്റ് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, പല ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് നൈജീരിയയൊക്കെ പോലുള്ള രാജ്യങ്ങളുടെ ഈ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നത് തന്നെ അവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫിയകളാണ്. ആ ഇൻഡസ്ട്രിയാണ്, ഈ ഡ്രഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനമായിട്ട് മാറിയിട്ടുള്ളത്, ആ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോകം മുഴുവൻ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അദൃശ്യമായി ഇതിനെപ്പോഴും എല്ലായിടത്തും സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു സർക്കാർ മെഷീനറി കൊണ്ടോ ഭരണകൂടത്തിൻ്റെ മെഷീനറി കൊണ്ടോ ഒന്നും തന്നെ നമുക്കത് ഇല്ലാതാക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് വേണ്ടത്? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഈ സാമൂഹിക ജാഗ്രത എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒരു നിയമസഭയുടെ വേദിയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്, വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉപസംഹരിക്കുമ്പോൾ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ പേട്രണേജും ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, അതിനെ ഈ അന്നത്തെ DYFIയുടെ ഈ ജീവൻ രക്ഷാ പ്രവർത്തനം പോലുള്ള വാക്കുകളുണ്ടല്ലോ, നമ്മളത് വളരെ വിശദമായി ചർച്ച ചെയ്തു, നമ്മൾ അതിന് എതിരുമാണ്. പക്ഷേ പ്രശ്നം എന്താ? ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ധീരജിൻ്റെയും അരിൽ ഷുക്കൂറിൻ്റെയും വധം പറഞ്ഞുകൊണ്ട് തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ മറ്റു ക്രൈമുകൾ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഒരു നറേഷൻ ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ യുവജന സംഘടനകൾ, ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളൂടി കാണണ്ടേ? കാരണം അതൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത്, ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു വലിയ സോഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അത് സമൂഹത്തെ കാർന്നതിനൊരു വലിയ ദുരന്തമാണ്. ഇപ്പം ഉടുത്ത പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് 2016 ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ളതാണ്. പഞ്ചാബിലെ ജനജീവിതത്തെ എങ്ങനെയാണ് ഈ ഡ്രഗ്സ് മാറ്റിമറിക്കുന്നതെന്ന് നന്നായി ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണത്. അത് ഇപ്പോൾ ഈ പറയുന്ന കരീന കപൂർ, ആലിയ ഭട്ട്, ഷാഹിദ് കപൂർ ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ആ സിനിമ അവിടെ കാണിക്കുന്നതിനെതിരായിട്ട് എത്ര വലിയ ഹർജികൾ പോയി എന്നറിയാമോ? എത്ര സ്റ്റേ ഓർഡേഴ്സ് വന്നു എന്നറിയാമോ? 89 കട്ടുകളാണ് സെൻസർ ബോർഡ് നടത്തിയത്. എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് പഞ്ചാബിനെതിരായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. അങ്ങനെയല്ലല്ലോ നമ്മളിത് കാണേണ്ടത്. ഇപ്പോൾ കേരളം മദ്യ ഉപഭോഗത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു മോശമാണെന്ന് പറയും, ശരിയാണ്. പക്ഷേ നമ്മൾ ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടേ? ആ വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ പൊതുതാൽപര്യമായിരിക്കണം മുന്നിൽ നിൽക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, റാഗിങ് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിമർശിക്കണം, അതിനെയൊക്കെ നമ്മൾ തടുക്കണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? കുട്ടിക്കൊലപാതകികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ സിറ്റുവേഷൻ അല്ലേ? ഇന്നിപ്പം മുഖ്യമന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് ഒരു സൊസൈറ്റി എങ്ങനെ ജാഗ്രത പാലിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. അതിൽ വളരെ
കൗതുകരമായിട്ടുള്ളൊരു കാര്യം. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, വീട് എന്ന പെട്ടിയിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു, എന്നിട്ട് സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക് കയറുന്നു. സ്കൂൾ ബസ് എന്ന പെട്ടിയിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു, എന്നിട്ട് ക്ലാസ് മുറി എന്ന് പറയുന്ന പെട്ടിയിൽ കയറുന്നു. തിരിച്ച് വീണ്ടും ഇതുപോലെ പാക്കിംഗ് ആണ്. എന്നിട്ട് ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈ വീട്ടിലേക്ക് വരുന്ന കുട്ടി ഒരൊറ്റയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടിയെ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. ഇതൊരു പ്രശ്നമല്ലേ നമ്മുടെ സൊസൈറ്റിക്കകത്ത്? നമ്മൾ ഇത് സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? കുട്ടിക്കൊരു മൊബൈലൂടെ കയ്യിലോട്ട് കൊടുക്കും. പിന്നെ അവൻ്റെതായിട്ടുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണ്. അവിടെ ആരെങ്കിലും അതിനെ എതിർത്താൽ പിന്നെ അയാൾ വൈരാഗ്യത്തോടുകൂടി, ആ കുട്ടി വൈരാഗ്യത്തോടുകൂടിയാണ് ആളെ കാണുന്നത്. ഈ രീതിയിൽ വീടുകളിൽ നിന്ന് തന്നെ ഒരു ജാഗ്രതക്കുറവ് ആരംഭിക്കുന്നു. ആ ജാഗ്രതക്കുറവിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. പിന്നെ മത്സരത്തിൻ്റെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ മത്സരത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് മുഴുവൻ സമയവും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഓരോ പ്രായോഗിക പരീക്ഷകളിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരെ അവരുടേതായ രീതിയിൽ വളരാനും അവരുടെ താല്പര്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കാനും ഒന്നും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ലോകവുമായൊരു കണക്റ്റുമില്ലാതായി പോകുന്നു. ലോകവുമായി കണക്റ്റ് ഉണ്ടാകാതിരുന്നുള്ള പ്രശ്നമാണ് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളോടൊരു ദയ, സ്നേഹം, കാരുണ്യം, ഇഷ്ടം ഇതൊന്നുമില്ലാത്ത ആളുകളെയാണ് നമ്മൾ ഈ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതെന്നേ. അപ്പോൾ ഈ പ്രശ്നത്തെ സമൂഹം പൊതുവായി അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമാണ്. ഇതൊന്നും നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിയമം കൊണ്ട്. നമുക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റുകളെ നിരീക്ഷണ സംവിധാനം ശക്തമാക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് കടന്നു വരുന്നില്ല എന്ന് ഉറപ്പാക്കാം. അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടാം, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. വലിയ രീതിയിലുള്ള മോണിറ്ററിംഗ് സംവിധാനമൊക്കെ എല്ലാ സ്കൂളുകളിലും എല്ലാ പൊതുസ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് ഏർപ്പെടുത്താം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് മാനസിക നിലയിലാണ് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അടുത്ത തലമുറയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അതാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. ആ വിഷയത്തിലേക്ക് കേരളം ഇന്ന് എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് ഇന്നത്തെ നിയമസഭയിലെ ചർച്ച ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും. മാത്രമല്ല സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിനോടൊപ്പം പ്രതിപക്ഷം നിൽക്കുമെന്ന് പറഞ്ഞതും വളരെ നല്ല കാര്യമായിട്ടാണ്. ഇതിനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം റിപ്പോർട്ടർ TV ആണല്ലോ ആദ്യം വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഈ വിഷയം ആരംഭിക്കുമ്പോൾ റിപ്പോർട്ടർ TV അത്തരത്തിലൊരു മുദ്രാവാക്യം വെച്ച് മുന്നോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഓരോ മാധ്യമങ്ങളും ആ വിഷയമായിട്ടെടുക്കുന്നതാണ്. ആ ഓരോ മാധ്യമങ്ങളും വിഷയമായിട്ടെടുത്ത അവസാനിക്കുന്നില്ല. പിന്നീട് ഓരോ ജനകീയ സംഘടനകളും ആ വിഷയമായിട്ടെടുക്കുന്നതാണ് കണ്ടത്. പിന്നെ ഓരോ രാഷ്ട്രീയ സംഘടനകളും വിഷയമായിട്ടെടുക്കുന്നതാണ് കണ്ടത്. ഏറ്റവും കൂടുതൽ റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ കേരളത്തിലെ സകല ജനപ്രതിനിധികളും നിന്നുകൊണ്ട് ഒരു നിയമസഭാ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം പൂർണ്ണമായും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരു സാമൂഹിക ജാഗ്രത രൂപപ്പെട്ടു വരാൻ ഈ മാധ്യമ പ്രവർത്തനത്തിന് കഴിയുന്നുണ്ട്. റിപ്പോർട്ടർ TVക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല റോൾ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് ഏറ്റെടുത്ത ജനങ്ങളോട് നമുക്ക് നന്ദിയുണ്ട്. ഇന്ന് ജനങ്ങൾ ഈ വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നു. ഞാൻ വിചാരിക്കുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലും ഇത് സംഭവിക്കാം, നമ്മുടെ മക്കളിലേക്കും ഇത് എത്തിച്ചേരാം എന്നുള്ളൊരു ബോധത്തിലേക്ക് രക്ഷകർത്താക്കളും കുടുംബത്തിലുള്ളവരും എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളൊരു പോസിറ്റീവായ കാര്യമല്ലേ? ആ പോസിറ്റീവായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും എനിക്കില്ല. കാരണം വലിയ മഹാമാരികളും മഹാദുരന്തങ്ങളും ഉണ്ടായപ്പോൾ ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ഐക്യപ്പെട്ട് നിൽക്കുകയും ചെയ്തിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലും എനിക്കൊരു സംശയമില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് നടന്ന നിയമസഭയിലെ ചർച്ചയും ഈ ദിവസങ്ങളെല്ലാം മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയും ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകളെയും കാണുന്നത്. അത് നിശ്ചയമായും സംസ്ഥാനത്ത് ഈ പറയുന്ന ഡ്രഗ് മാഫിയയ്ക്കെതിരായിട്ട്, ഈ വലിയ ദുരന്തത്തിനെതിരായിട്ട് ഒരു ഐക്യം രൂപപ്പെടുത്തും. അതൊരു വലിയ പ്രതിരോധം സൃഷ്ടിക്കും. നമ്മൾ ഈ മഹാദുരന്തത്തെ മറികടക്കും, ഒന്നിച്ച് നിന്ന് തന്നെ മറികടക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. Meet the editors.